ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ കാത്തിരുന്ന കല്യാണത്തിൻ്റെ ദിവസം ഇങ്ങ് എത്തിയാട്ടോ. ഇന്ന് കല്യാണത്തിൻ്റെ ദിവസമാണ്. അതിൻ്റേതായ തിരക്കുകളും കാര്യങ്ങളും ജോലികളും ഒക്കെ ദേ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റിലെ തന്നെ ദേ പാചകപ്പുരയിലോട്ടാണ് വന്നത്. അപ്പോൾ ദേ ഭക്ഷണങ്ങളൊക്കെ ഇവിടെ പാചകപ്പുരയിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രത്യേകം നിങ്ങളൊരു കാര്യം അറിയാനുള്ളത്, നമ്മുടെ നാട്ടിലെ പോലെ രാവിലെ എല്ലാവരും ഒരുങ്ങി പുതിയ ഡ്രസ്സും ഒക്കെ ഇട്ട് ഇപ്പോൾ കല്യാണ പന്തലിലേക്ക് വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്ന പോലെ അല്ല ഇവിടുത്തെ കല്യാണം. ഇവിടുത്തെ കല്യാണങ്ങൾ രാത്രി കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഈ ഭക്ഷണമൊക്കെ റെഡിയാക്കുന്നത് രാത്രിയിലാണ് ഇവിടെ കല്യാണം. അപ്പോൾ രാത്രി വരുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് ഉച്ചത്തേക്ക് വേണ്ടിയിട്ടും കുറച്ച് ഭക്ഷണം റെഡിയാക്കുന്നുണ്ട്. അതെന്തിനാണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഒരു കല്യാണത്തിൻ്റെ അന്ന് രാവിലെ മുതൽ ഇവിടെ കുറേ ചടങ്ങുകളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ സമാധാനമായിട്ടിരുന്ന് പതുക്കെ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു കല്യാണത്തിൻ്റെ വൈബ് എന്താണെന്ന് മനസ്സിലാകുന്നത്. അപ്പം തുടക്കം മുതൽ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ നമ്മുടെ ലക്ഷദ്വീപിലെ കല്യാണത്തിൻ്റെ ദിവസത്തെ അടിപൊളി വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് പോലും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ദേ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞല്ലോ പാചകപ്പുരയിലാണ് നിൽക്കുന്നത്. ഇനിയുമുണ്ട്, കുറേ കാഴ്ചകളുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ കല്യാണങ്ങളിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള കല്യാണമാണ്. ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഭയങ്കര വ്യത്യസ്തമാണ്. അപ്പോൾ അതേ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ആ പന്തൽ അവിടെ റെഡിയായിരിക്കുന്നുണ്ട്. പിന്നെ അതേ ഇവിടെ കുറേ പേരെ ഞാൻ മുമ്പ് വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഇവരെ ആരെയും കണ്ടില്ലായിരുന്നു. അപ്പോൾ അതേ കല്യാണപ്പെണ്ണിൻ്റെ മാമാടെ ഫ്രണ്ട്സൊക്കെയാണ് ഇവർ കേട്ടോ. അപ്പോൾ ഇവരെ എല്ലാവരെയും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പരാതി പറഞ്ഞു. അപ്പോൾ അതേ അവരെല്ലാവരെയും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വീഡിയോയിൽ വരാൻ താല്പര്യമുള്ള എല്ലാവരെയും ഞാൻ മാക്സിമം അവരെ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ. എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കുറേ പേര് വന്നിട്ട് ഞങ്ങളുടെ വീഡിയോ എടുക്കുന്നില്ലേ, ഞങ്ങളെ കാണിക്കുന്നില്ലേ, ഞങ്ങളെയും കൂടെ വീഡിയോ എടുത്തുകൂടെ അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാകും. കാരണം നമ്മുടെ വീഡിയോയിൽ അവർക്ക് നിൽക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം നമുക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മളിവിടെ കുറേ പലഹാരങ്ങൾ ഇങ്ങനെ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് ഇങ്ങോട്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ മുഴുവൻ വിശേഷങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതേ നമ്മൾ പാസ് ചെയ്ത് കൊണ്ടുവന്ന ആ ഒരു പലഹാരങ്ങൾ, സ്നാക്സുകൾ അതെല്ലാം ദേ നമ്മൾ ഈ ഒരു പന്തലിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ദേ കണ്ടോ, കട്ട്ലറ്റ്, സമൂസ, ജിലേബി, ലഡു, മിച്ചർ, മാസപ്പം, കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്താ ജിലേബി, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പോൾ ദേ നമ്മളെല്ലാം റെഡിയാക്കി ഇങ്ങനെ വെച്ചപ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാർ ദേ വന്നിട്ടുണ്ട്. ദേ കണ്ടോ, ഈ വന്നത് ചെറുക്കൻ്റെ വീട്ടിൽ നിന്നും രാവിലെ മായികൾ വരിക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ചടങ്ങാണ് കേട്ടോ. ഇവർ രാവിലെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരും. ഇനി ഇവർ വന്നിട്ട് എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം തന്നെ വന്നവർക്ക് നമ്മൾ ചായയും സ്നാക്സും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. അവരെല്ലാം വന്ന ഉടനെ തന്നെ ചായയൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇവർ ചായയൊക്കെ കുടിച്ചിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ അതേ ഇവിടെ ബാക്കിയുള്ള പണികളിലൊക്കെ ഏർപ്പെട്ടേക്കുവാണ് കേട്ടോ. ഇവിടെ കല്യാണത്തിൻ്റെ ദിവസമാണ്, അതിൻ്റേതായ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മുടെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് വന്ന ആൾക്കാരെല്ലാവരും ഇതുപോലെ ഒരു സ്ഥലം നമ്മൾ അവർക്കായിട്ട് സെറ്റ് ചെയ്ത് വെക്കും. അവിടെ കുറേ ഉരുളികളും കുറേ അടുപ്പും പിന്നെ തീയരിക്കാനുള്ള സംഭവങ്ങൾ എല്ലാം നമ്മളിങ്ങനെ റെഡിയാക്കി വെക്കും. അപ്പോൾ അവർ വന്നിട്ട് ഇതുപോലെ അടുപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഈ ഉരുളിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇനി നമ്മുടെ കിലാഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസത്തെ വീഡിയോയിൽ നമ്മൾ വെള്ള കിലാഞ്ചി ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇത് കല്യാണത്തിൻ്റെ സ്പെഷ്യലാണ്, മഞ്ഞ കിലാഞ്ചി കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണിത്. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കല്യാണ ചെറുക്കൻ്റെ വീട്ടിൽ നിന്നും കുറേ ഉമ്മമാരും ഇത്തമാരും ഒക്കെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കല്യാണത്തിൻ്റെ അന്നത്തെ ആദ്യത്തെ ചടങ്ങാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള മാവും കാര്യങ്ങളും ഒക്കെ നമ്മൾ എടുത്തുകൊണ്ട് കൊടുത്തു. അപ്പോൾ ഈ ഒരു കിലാഞ്ചി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതായത് ഇവിടെ കുറേ അടുപ്പുകൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ അടുപ്പുകളിലൊക്കെ വെച്ച് ഇവരെല്ലാവരും ഇതുപോലെ കിലാഞ്ചി റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ചുടുന്ന കിലാഞ്ചിയൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതേ കണ്ട കിലാഞ്ചി റെഡിയായി. ഇനി അത് ഇളക്കി എടുക്കാൻ വേണ്ടി പോകട്ടോ. ചെറിയ ഒരു ഈർക്കിൽ വെച്ചിട്ട് നമ്മളതിങ്ങനെ റെഡിയാക്കി എടുക്കും. വളരെ നൈസായിട്ടാണ് ഇതിൻ്റെ മാവ് കോരി ഒഴിക്കുന്നത്. ഇതേ കണ്ടോ, ഇതുപോലെ നൈസായിട്ട് നമ്മുടെ കിലാഞ്ചി കിട്ടും. ഇനി അത് നമ്മൾ മടക്കി സെറ്റാക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. അവിടുന്ന് വന്നതാ ഒരുപാട് ആൾക്കാരിരുന്ന് ഒരുപാട് അടുപ്പുകളും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിട്ട് അവരെല്ലാവരും ദേ കണ്ടോ ഇതുപോലെ ഈ ഒരു കിലാഞ്ചി ചുട്ടുകൊണ്ടിരിക്കുവാണേ.
ನಮ್ಮ ಮಟ್ಟಿಗೆ ಬಂದಿದೆ അപ്പോൾ ദേ അവർ ആ എല്ലാവർക്കും കൊടുത്ത മാവുകൾ തീരുന്നിടം വരെ അവരിങ്ങനെ ഈ ഒരു കിലാഞ്ചി ചുട്ടുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ദേ അവരെല്ലാവരും അവിടെ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് വരാം. എന്തോരം പലഹാരങ്ങളാണെന്ന് നോക്കിക്കേ. അതിൻ്റെ ഇടയ്ക്കൂടെ ദേ ഇവിടെ വെള്ളച്ചോറ് റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള കറികളും കാര്യങ്ങളൊക്കെ സെറ്റായി. പിന്നെ അതുപോലെ തന്നെ ദേ ഇവിടെ പപ്പടം പൊരിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയുള്ളത് നമ്മൾ ഇന്നലെ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ചിക്കനൊക്കെ മസാല തേച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ആ ചിക്കനൊക്കെ ദാ ഇവിടെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വൈകിട്ടത്തേക്ക് വേണ്ടിയാണ് കേട്ടോ, ഈ ഉച്ചത്തേക്ക് വേണ്ടിയിട്ടല്ല. ഇതൊക്കെ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടാണ്. വൈകുന്നേരമാണ് ഇനി നമ്മുടെ കല്യാണത്തിന് മെയിൻ കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ ദേ ഇവിടെ കുറേ ഉമ്മമാരിരുന്നിട്ട് നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയുള്ള ഇവിടുത്തെ മെയിൻ ഒരു പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഇതുപോലെ പാത്രം കഴുകലാണ് കേട്ടോ. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ, പാത്രങ്ങളൊക്കെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഓരോ ഇത് കഴിയുമ്പോഴും നമ്മൾ പാത്രങ്ങൾ ഇങ്ങനെ കഴുകി മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഡിസ്പോസിബിൾ സംഭവങ്ങളൊന്നും അല്ല കേട്ടോ, നമ്മൾ സാധാ പാത്രങ്ങൾ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്കൂടെ നമ്മൾ അടുപ്പിൻ്റെ അടുത്തിരുന്ന് ഇത്രയും സമയം കൊണ്ട് കിലാഞ്ചി ചുട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരില്ലേ, അവർക്ക് നമുക്ക് കുറച്ച് തണ്ണിമത്തൻ്റെ ജ്യൂസ് കൊണ്ടു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ദേ നമ്മൾ നോക്കിയപ്പോൾ അവിടെ കുറേ കിലാഞ്ചി ഇങ്ങനെ ചുട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ മടക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ദേ ഇവരെല്ലാവരും കൂടെ ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ തമാശകളൊക്കെ പറഞ്ഞ് ഇവിടെ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ്. അതിനിടയ്ക്കൂടെ ദേ കിലാഞ്ചി ചുടൽ നടക്കുന്നുണ്ട്. അതിനിടയ്ക്കൂടെ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കുന്നുണ്ട്. അപ്പോൾ ദേ കണ്ടോ, ഇങ്ങനൊരു ബഹളവും കാര്യങ്ങളും കളിയും ചിരിയൊക്കെയാണ് കേട്ടോ നമ്മുടെ കല്യാണ വീട്ടിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നമ്മൾ ഇനി ഭക്ഷണം കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ വന്നവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കണം. അതിന് മുമ്പായിട്ട് ദേ അവർ ചുട്ട് കഴിഞ്ഞ കിലാഞ്ചിയൊക്കെ നമ്മൾ ദേ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കൊണ്ട് അടുക്കി റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി ദേ നമ്മുടെ അതായത് ഇന്ന് ഉച്ചത്തേക്ക് റെഡിയാക്കിയിട്ടുള്ള കറിയും ചോറും ദേ ഇങ്ങോട്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുവാണ്. നമ്മൾ തൊട്ടപ്പുറത്ത് പാചകപ്പുര റെഡിയാക്കിയിരുന്ന തൊട്ടപ്പുറത്തായിരുന്നു. അപ്പോൾ അവിടുന്ന് ചോറും കറിയും വെച്ച് ദേ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുവാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഉള്ള എല്ലാവർക്കും നമ്മൾ ഭക്ഷണം കൊടുക്കും. മെയിനായിട്ടും ചെറുക്കൻ്റെ വീട്ടിൽ നിന്നും ഈ ഒരു കിലാഞ്ചി ചുടാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ല, അതായത് മായികൾ വരിക എന്ന് പറയുന്ന ആ ഒരു ചടങ്ങിന് വന്നിട്ടുള്ള അവർക്കാണ് ആദ്യം നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ടത്. പിന്നെ ദേ ഇവർ ഭക്ഷണം കൊണ്ട് പോകുന്നുണ്ടോ, ഇത് ചെറുക്കൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നമ്മൾ ഇന്നിവിടെ വെച്ച ഭക്ഷണത്തിൽ കുറച്ച് ഉച്ചയ്ക്ക് ചെറുക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിനകത്തെ ഓരോ ചടങ്ങുകളാണ് കേട്ടോ, ഭയങ്കര രസമാണ്. അപ്പോൾ ദേ അതിനിടയ്ക്ക് നമ്മുടെ പാചകം ചെയ്യുന്നതിൻ്റെ അവിടെ നമ്മുടെ ഈ അഗത്തി ദ്വീപിലെ നമ്മുടെ തൊട്ട് അടുത്തൊക്കെയുള്ള കുറേ ആൾക്കാരാണ് കേട്ടോ. ഇവരെല്ലാവരും നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെല്ലാവരും ദേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ദേ ഹായ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്കൂടെ ഇവിടെ ഞാൻ ചെറുതായിട്ടൊന്ന് വീണ്ടും പാചകപ്പുരയിലോട്ട് കയറി നോക്കി കേട്ടോ. അപ്പോൾ ഇവിടെ ഇനി വൈകിട്ടത്തേക്കുള്ള ആ ഒരു ഇറച്ചിക്കറിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അതേ ഈ ബാപ്പാണ് എല്ലാം റെഡിയാക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്കൂടെ നമുക്ക് ഇവർക്കുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അതേ കുറച്ച് നേരം ഇവിടെ പന്തലിൽ വന്നിരുന്ന് കുറച്ച് കഥയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം അവർ ഈ ഒരു അപ്പമൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് കുളിച്ച് നിസ്കരിച്ചിട്ടൊക്കെയാണ് വീണ്ടും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ, പപ്പടങ്ങളൊക്കെ പൊരിച്ച് അത് ആറി കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ കവറിനകത്താക്കി വെച്ചു. പിന്നെ അപ്പോഴത്തേക്ക് ദേ ഉച്ചയായി, അവരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു. ദേ തകൃതിയായിട്ട് നമ്മൾ ഫുഡ് അവർക്ക് വിളമ്പി കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അതിനിടയ്ക്കൂടെ ഞാൻ ഇപ്പുറത്ത് വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ വൈകിട്ടത്തേക്ക് വെക്കാനുള്ള ചോറിനുള്ള അരി കഴുകി വാരി ഇങ്ങനെ തോരാൻ വേണ്ടി ഇടുന്നുണ്ട്.
സത്യത്തിൽ അപ്പുറത്തും കുറച്ച് പരിപാടികൾ നടക്കുന്നു, ഇവിടെയും കുറച്ച് പരിപാടികൾ നടക്കുന്നു. നമുക്ക് കല്യാണത്തിൻ്റെ ആ ഒരു ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ അവിടെയും ചാടി ഇവിടെയും ചാടി നിന്നാൽ മാത്രമാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഞാൻ കുറച്ച് നേരം പാചകപ്പുരയിലേക്ക് വന്ന് കാര്യങ്ങളൊക്കെ നോക്കും, ഇവിടെ എന്തായി എന്നുള്ളത്. പിന്നെ കുറച്ച് നേരം ഞാൻ അപ്പുറത്ത് പോയിട്ട് അവിടെ എന്തൊക്കെയായെന്ന് നോക്കും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുമായിരുന്നു കേട്ടോ. ഞാൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോകളൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതേ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കനുകളെല്ലാം എടുത്ത് ഇതുപോലെ വലിയൊരു ബക്കറ്റിലാക്കി വെക്കുന്നുണ്ട്. ഇതൊക്കെ ഇനി നമ്മൾ വൈകിട്ട് എടുക്കും കേട്ടോ. അപ്പോൾ അതേ അവരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്ന് അവർക്ക് എല്ലാവർക്കും നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്തു. ഇനി ഇവർക്കെല്ലാം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ പെണ്ണിൻ്റെ വീട്ടുകാർ, ഇവിടെ ജോലി ചെയ്യുന്ന ഉമ്മമാരും ഇത്തമാരും ഒക്കെ ഒരുപാടുണ്ട്, അവർക്കെല്ലാവർക്കും ഇനി ഭക്ഷണം കഴിക്കണം. അപ്പോൾ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് വന്നവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇനിയുള്ള അടുത്ത ചടങ്ങെന്ന് പറഞ്ഞാൽ പെണ്ണിനും ചെറുക്കനും വേണ്ടിയിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ റൂം ഒരുക്കും. അപ്പോൾ ആ ഒരു റൂം കാണുക എന്നുള്ളതാണ് ഇവരുടെ അടുത്ത ചടങ്ങ്. അപ്പോൾ എന്തിനാണ് ഇവർക്ക് വേണ്ടിയിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ റൂം ഒരുക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ അവിടുത്തെ പോലെ കല്യാണം കഴിഞ്ഞാൽ പെണ്ണ് ചെറുക്കൻ്റെ വീട്ടിലല്ല താമസിക്കുന്നത്, ചെറുക്കൻ പെണ്ണിൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ എന്നും പറഞ്ഞ് പെട്ടെന്ന് ഒരു പറിച്ചു നടലല്ല ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ. അതായത് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് ചെറുക്കൻ ഫുൾ ടൈം പെണ്ണിൻ്റെ വീട്ടിൽ നിൽക്കണം അങ്ങനല്ല കേട്ടോ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസങ്ങളിലൊക്കെ, അതായത് കുറേ ദിവസങ്ങളിൽ ഈ ചെറുക്കൻ രാത്രിയിൽ മാത്രമാണ് പെണ്ണിൻ്റെ വീട്ടിൽ വന്ന് തങ്ങുന്നത്. അത് കഴിഞ്ഞ് പെണ്ണിൻ്റെ വീടുമായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞിട്ടാണ് ചെറുക്കൻ സ്ഥിരമായിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അത്രയും ദിവസം ചെറുക്കൻ പകൽ ഫുള്ളും ചെറുക്കൻ്റെ വീട്ടിലായിരിക്കും, രാത്രി മാത്രമാണ് പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നല്ല അടിപൊളി റൂമും കാര്യങ്ങളും ഒക്കെയാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ഒരു റൂമൊക്കെ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ചിലവും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റൂമാണ് ഈ ഒരു കല്യാണത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു റൂമും കാര്യങ്ങളുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ലൈറ്റ്സും കാര്യങ്ങളും ഒന്നും ഇടാതെ വീഡിയോ എടുത്തു കേട്ടോ. ലൈറ്റ്സൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ഭയങ്കര പൊളിയായിരുന്നു കേട്ടോ. റൂം കാണാൻ വേണ്ടി അടിപൊളി. എന്താ പറയുന്നത്, ശരിക്കും ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന, അതായത് സോഫ, ഡൈനിങ് ടേബിള്, AC, അതുപോലെ തന്നെ ലാപ്ടോപ്പ് കാര്യങ്ങൾ, TV എല്ലാം ഈ റൂമിനകത്ത് സെറ്റ് ചെയ്തേക്കും. അപ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാർ വന്ന് റൂമും കാര്യങ്ങളും ഒക്കെ കണ്ട് കഴിഞ്ഞിട്ട് അവർ പോയി കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും കൂടെ കയറിയതായി ഇവിടെ റൂമും കാര്യമൊക്കെ കാണാൻ വേണ്ടി കയറുന്നതാണ് കേട്ടോ. അപ്പോൾ അവർ വരുന്നതിൻ്റെ ഇപ്പോൾ രാവിലെ വന്നവർ ആ ഒരു കിലാഞ്ചിയൊക്കെ ചുട്ട് പിന്നെ ഈ റൂമും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് പോകുന്നതാണ് രാവിലത്തെ ഒരു ചടങ്ങ്. ഈ റൂം കാണുക എന്ന് പറയുന്നത് ഒരു ചടങ്ങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോകും. അപ്പോൾ അതേ നമ്മുടെ പെണ്ണിനും ചെറുക്കനും വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുള്ള റൂമൊക്കെ എങ്ങനെയുണ്ട്, നല്ല രസമുണ്ട്. 2 സെക്ഷനായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഒരു സെക്ഷൻ ഒരു ലിവിങ് ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ആ സോഫയും കാര്യങ്ങളും TV ഒക്കെ വെച്ചിട്ട്. പിന്നെ അപ്പുറത്തെ റൂം അതിനെക്കാട്ടിലും പൊളിയാണ് കേട്ടോ, സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലക്ഷദ്വീപിലെ അഗത്തി ഐലൻഡിലെ കല്യാണ വിശേഷങ്ങളാണ്. അപ്പോൾ ഞാനിത് എടുത്തു പറയാനുള്ള കാര്യം, മറ്റ് ദ്വീപുകളിൽ കല്യാണ വിശേഷങ്ങളിൽ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ചടങ്ങുകൾക്കൊക്കെ കുറേ മാറ്റങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നത് അഗത്തി ഐലൻഡിലെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ദേ ഇവിടെ ദമ്മൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് പേര് ദേ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇത് നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ ബാപ്പാടെ ബന്ധുക്കളും അവരുടെ സുഹൃത്തുക്കളും ഒക്കെയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ദേ ഇവിടെ ദമ്മിടുന്ന പരിപാടി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പം ഉച്ച കഴിഞ്ഞിട്ടുണ്ട്, വൈകിട്ടത്തേക്കുള്ള ആ ഒരു ദമ്മിടലൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ രാത്രിയിലാണ് നമ്മൾ ഭക്ഷണങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നത്. അതേ ഇവിടെ ബിരിയാണി സെറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ കല്യാണത്തിൻ്റെ അന്നത്തെ വലിയ ചോറ് മാത്രമാണ് ഇവിടെയുള്ള പുരുഷന്മാരൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതെ ഈ ഒരു സംഭവമാണ് ഇവർ ചെയ്യുന്നത് കേട്ടോ. ഇവരാണ് ഈ വലിയ ചോറ് റെഡിയാക്കുന്നത്. അപ്പോൾ ഈ ചെറിയ ചെമ്പിലും പിന്നെ വേറെ വലിയ ചെമ്പിലുമായിട്ടാണ് ചോറ് സെറ്റ് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഈ ചെറിയ ചെമ്പിൽ നമ്മൾ ഈ ചോറ് റെഡിയാക്കുന്നത് കല്യാണ ചെറുക്കൻ്റെ വീട്ടിലേക്ക് വൈകുന്നേരം കൊടുത്തു വിടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് അവരുടെ വീട്ടിലേക്ക് ഭക്ഷണം കുറച്ച് കൊണ്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ചെമ്പിൽ ചോറ് റെഡിയാക്കുന്നതും അവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ വലിയ ചെമ്പിൽ നമ്മൾ കല്യാണത്തിന് ഇവിടെ വരുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ അതെ ചെറിയ ചെമ്പിൽ ആ ഒരു ദമ്മും കാര്യങ്ങളും ഒക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെപ്പോഴാണ് കൊണ്ടു കൊടുക്കുന്നതെന്നൊക്കെ നമുക്ക് വഴിയേ കാണാം. ദേ ഇവിടെ ബിരിയാണി സെറ്റായി കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കഷ്ടപ്പെട്ട് അരിഞ്ഞ ആ ഒരു സവാള വറുത്ത്, നമ്മുടെ ഇവിടുത്തെ ഉമ്മമാരും ഇത്തമാരും ഒക്കെ കഷ്ടപ്പെട്ട് വറുത്തിട്ടുള്ള ആ ഒരു സവാള അതൊക്കെ അതിൻ്റെ മുകളിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് തന്നെയുണ്ടോ വലിയ ചെമ്പ് ദമ്മിടുന്നുണ്ടോ, ഇതാണ് നമ്മൾ ഇവിടെ വരുന്ന കല്യാണക്കാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്.
അപ്പോൾ നമ്മുടെ വലിയ ചെമ്പും ചെറിയ ചെമ്പും എല്ലാം ഇവിടെ ദമ്മിട്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഈ വലിയ ചെമ്പിലെ ചോറ് നമ്മൾ ഇന്ന് രാത്രിയിൽ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആണുങ്ങൾക്കൊക്കെ കൊടുക്കാനും അതുപോലെ തന്നെ കുറച്ച് വീടുകളിൽ നമുക്ക് ഭക്ഷണം കൊടുക്കാനുണ്ട്. അതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വലിയ ചെമ്പിൽ ചോറ് റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ സ്ത്രീകളൊന്നും ഇവിടെ കല്യാണത്തിന് വന്ന് പന്തലിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരത്തില്ല കേട്ടോ. ഇവിടെ പുരുഷന്മാർ മാത്രമാണ് ഇന്ന് രാത്രിയിൽ കല്യാണത്തിൻ്റെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ ദാ ഇവരെയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇതൊക്കെ അതെ ഈ ഉമ്മമാർ ഇത്തമാരെയൊക്കെ നമ്മുടെ വീഡിയോ, അതായത് കല്യാണത്തിൻ്റെ വീഡിയോ തുടക്കം മുതൽ കണ്ടവർക്ക് ഇവരെയൊക്കെ നല്ല പരിചയം ഉണ്ടാവും. തുടക്കം മുതൽ കല്യാണ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നത് ഈ ഉമ്മമാരും ഇത്തമാരുമാണ്. പിന്നെ ഇനിയും കുറച്ചുകൂടെ ആൾക്കാരുണ്ട് കേട്ടോ, നമ്മുടെ വീഡിയോയുടെ മുന്നിൽ വരാൻ താല്പര്യമില്ലാത്ത കുറേ ഉമ്മമാരും ഇത്തമാരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് കൂടിയിട്ടാണ് ഈ തുടക്കം മുതൽ നമ്മുടെ ഈ കല്യാണ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്കൂടി ഇവിടെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ സേമിയ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും വൈകിട്ടത്തെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ രാത്രി കല്യാണം എന്ന് പറയുമ്പം തന്നെ അതൊരു പ്രത്യേക രസമുള്ള കാര്യമാണ് അല്ലേ. പകലത്തെ കല്യാണം പോലല്ല, രാത്രി കല്യാണം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ നമ്മൾ സേമിയൊക്കെ റെഡിയാക്കി ഇനി ഇതെല്ലാം നമ്മൾ പായ്ക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ സേമിയ ആറി കഴിയുമ്പോൾ നമുക്കിത് കണ്ടെയ്നറിനകത്തേക്ക് ആക്കാം. അതുപോലെ തന്നെ നമ്മൾ തുടക്കം മുതൽ ഉണ്ടാക്കിയ പലഹാരങ്ങൾ കണ്ടോ, ഇത് ഉണ്ടാക്കിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ചെറുക്കൻ്റെ വീട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണെന്ന്. അപ്പോൾ ഇന്ന് കല്യാണത്തിൻ്റെ ദിവസമാണ് നമ്മൾ ഈ പലഹാരങ്ങളൊക്കെ കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ വലിയ താലത്തിനകത്ത് അടുക്കിയാണ് നമ്മൾ പലഹാരങ്ങൾ കൊടുക്കുന്ന. കൂട്ടത്തിൽ ചിക്കൻ ഫുള്ളായിട്ട് പൊരിച്ചത് നമ്മൾ കഴിഞ്ഞ ദിവസം അതിനകത്ത് മസാല തേച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ചെറിയ കവറിൽ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ ഇന്ന് പൊരിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചിക്കനാണ് കേട്ടോ. വലിയ ചിക്കൻ ഇതിനകത്ത് വെക്കാനും അതുപോലെ തന്നെ ചെറിയ ചിക്കൻ ആണെങ്കിൽ നമുക്ക് വേറെ കുറച്ച് വീടുകളിലേക്ക് കൊടുക്കാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പലഹാരങ്ങളുടെയൊക്കെ ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ പഞ്ചാര പാറ്റയും വെച്ച് അതൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി. പിന്നെ ഇവിടെ ചെറിയ ചെറിയ പാക്കറ്റിലായിട്ട് നമ്മൾ സലാഡും അതുപോലെ തന്നെ ചട്നിയും അച്ചാറും ഒക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതൊക്കെ ഇനി നമ്മൾ പാക്ക് ചെയ്തിട്ട് വീടുകളിൽ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മെയിൻ സംഭവം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കണ്ടോ, ടേബിളിൻ്റെ മുകളിൽ നിരത്തി നമ്മൾ ചോറിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. മുകളിൽ മുട്ട പുഴുങ്ങിയതും അതുപോലെ തന്നെ കിലാഞ്ചിയും ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി കുറേ താലങ്ങളിനകത്താക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് കവർ ചെയ്ത് ഇനി നമ്മൾ ഓരോ വീടുകളിലേക്കും കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഏത് വീടുകളിലേക്കാണെന്ന് വെച്ചാൽ കല്യാണ ചെറുക്കൻ്റെ വീട്ടിൽ നിന്നും അവർ കുറച്ച് ലിസ്റ്റ് നമുക്ക് തരും. അവരുടെ ബന്ധുക്കൾ, അവരുടെ സുഹൃത്തുക്കൾ, അവർക്ക് വേണ്ടപ്പെട്ടവർ, അങ്ങനെ കുറേ ആൾക്കാരുടെ ലിസ്റ്റ് പെണ്ണിൻ്റെ വീട്ടിൽ കൊടുത്തിട്ട് പറയും ഇത്ര വീടുകളിലേക്കുള്ള ഭക്ഷണം പെണ്ണിൻ്റെ വീട്ടുകാർ കൊണ്ടു കൊടുക്കണം. അതാണ് ഇവിടുത്തെ അടുത്ത ചടങ്ങെന്ന് പറയുന്നത്. അപ്പോൾ ഒരു സന്ധ്യയ്ക്ക് മുമ്പായിട്ട് ഇത് എല്ലാ വീടുകളിലും നമ്മൾ കൊണ്ട് എത്തിക്കണം. അപ്പം താലത്തിനകത്ത് ചോറ്, അതിൻ്റെ മുകളിൽ 2 മുട്ട പുഴുങ്ങിയതൊക്കെ വെച്ച് ഇതുപോലെ നമ്മൾ കിലാഞ്ചിയൊക്കെ അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് കൂട്ടത്തിൽ നമ്മൾ മുമ്പേ പാക്ക് ചെയ്ത് വെച്ചിരുന്ന സലാഡ്, അച്ചാർ, അതുപോലെ തന്നെ പപ്പടം എല്ലാം, അതുപോലെ ചിക്കൻ ഫ്രൈ എല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചോറ് ഓരോ വീടുകളിലും കൊണ്ടെത്തിക്കുന്നത്. തീർന്നിട്ടില്ല, ഇനി അതിൻ്റെ കൂട്ടത്തിൽ സേമിയ ഉണ്ടാകും, കസ്റ്റാർഡ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അതിനിടയ്ക്കൂടെ നമ്മൾ കുറച്ച് മുട്ടയൊക്കെ പൊളിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ആ ചോറിനകത്ത് വെക്കാൻ കുറച്ചും കൂടെ മുട്ട ആവശ്യമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മളിങ്ങനെ പൊളിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിനിടയ്ക്കൂടെ അവിടെ ചോറൊക്കെ ഏകദേശം എല്ലാം വിളമ്പി പൊതിഞ്ഞ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഓരോ വീടുകളിൽ കൊണ്ടു കൊടുക്കണം. അതിനിടയ്ക്കൂടെ ഇവിടെ ചെറുക്കൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ വന്നിട്ടുണ്ട് വൈകുന്നേരം. ഇവർ ചായ കുടിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും പേരിങ്ങനെ വീടിൻ്റെ വെളിയിൽ ഇങ്ങനെ എഴുതി ഒട്ടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടാണ് ഇവർ വൈകുന്നേരം വന്നേക്കുന്നത്. അപ്പോൾ അവരുടെ പണിയിലോട്ട് പോയി. അപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സലാഡും പപ്പടവും അച്ചാറും ഒക്കെ. അപ്പോൾ ഇതൊക്കെ മറ്റേ ചോറിൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ചോറിനും വേണ്ടുന്നുള്ളത് അവിടെ തരംതിരിച്ച് ഇതിൻ്റെ കൂട്ടത്തിലാക്കി കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് ചോറ് എല്ലാ വീടുകളിലും കൊണ്ടു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് സ്വീറ്റ്സ്, പപ്പടം, പിന്നെ ഓക്കെ ചിക്കനും ബീഫും വലിയ വണ്ടി.
അപ്പോൾ ഇപ്പോൾ ആ വണ്ടിയിൽ കൊണ്ടുപോയ പലഹാരങ്ങളും ചോറും ഒക്കെ ചെറുക്കൻ്റെ വീട്ടിലേക്ക് വേണ്ടി കൊണ്ടുപോയതാണ്. അപ്പോൾ നമ്മളവിടെ ചെറിയ ചെറിയ താലത്തിലാക്കി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചോറൊക്കെ അവരുടെ ബന്ധുക്കൾക്കും അവർക്ക് വേണ്ടപ്പെട്ടവർക്കും ഒക്കെ ആയിട്ട് അവർ തന്നിട്ടുള്ള ലിസ്റ്റ് അനുസരിച്ചുള്ളവർക്കും അതുപോലെ തന്നെ പെണ്ണിന് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ടാവും, അങ്ങനെ അവരുടെ വീട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള ചോറാണ് നമ്മളവിടെ ചെറിയ താലത്തിനകത്താക്കി സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറുക്കൻ്റെ വീട്ടിലേക്കുള്ള ചോറും വണ്ടിയും പോയിട്ടുണ്ട് കേട്ടോ. പലഹാരങ്ങളൊക്കെ ആയിട്ട് ആ വണ്ടി ഇവിടുന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതേ ചെറുക്കൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് അവരുടെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പം പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും പേരൊക്കെ ദാ ഇതുപോലെ ഭിത്തിയിലൊക്കെ എഴുതി ഒട്ടിക്കാനും അതുപോലെ തന്നെ വൈകുന്നേരത്തെ ഒരു ചായ കുടിയൊക്കെ ഉണ്ട് ഇവർക്ക് കേട്ടോ. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ചെറുക്കൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ ഇവരുടെ പണികളൊക്കെ കഴിഞ്ഞു, ഇനി ഇവർ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവർക്കുള്ള പലഹാരങ്ങളും കാര്യങ്ങളും ഇതാ കൊണ്ടുവച്ചു. ഇതിനകത്ത് നട്ട്സും ബദാമും പിസ്തയും എല്ലാം ഉണ്ടാകും കേട്ടോ. യൂട്യൂബേ ഊട്ടർ ചപ്പിളി ചപ്പ് നിന്നെ ഊട്ടർ അപ്പോൾ ഒരുവിധം ചോറും കാര്യങ്ങളൊക്കെ പൊതിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതൊക്കെ ഓരോ വീടുകളിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്ന പരിപാടിയാണ് ഇനി അടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓട്ടോകൾ വരും കേട്ടോ, കുറേ ഓട്ടോ വരും. അപ്പോൾ ആ ഓട്ടോയിൽ നമ്മുടെ പെണ്ണിൻ്റെ വീട്ടിലുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ, അവർ 1-2 പേര് ഓട്ടോയിൽ കയറും. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഏത് വീട്ടിലാണ് ഈ ചോറ് കൊടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ലിസ്റ്റ് തരും. ചോറും അതിൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ തരും. നമ്മൾ അതാത് വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കണം. ഇതാണ് ഇനി അടുത്ത പരിപാടി കേട്ടോ. അപ്പോൾ അതേ ഇവിടുന്ന് കുറച്ച് പേര് ചോറൊക്കെ എടുത്തുകൊണ്ട് പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, നമ്മൾ ഈ ചോറിൻ്റെ കൂടെ സലാഡും അച്ചാറും പപ്പടവും അതുപോലെ തന്നെ സേമിയയും കസ്റ്റാർഡും കൂടാതെ നമ്മൾ കുറച്ച് പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ആ പലഹാരത്തിൽ കുറച്ചും ഇതുപോലെ ഓരോ വീടുകളിൽ കൊടുക്കുമ്പോൾ നമ്മൾ അവർക്ക് പലഹാരങ്ങളും കൊടുക്കാറുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതേ ഓട്ടോകളൊക്കെ വന്നു. ഇനി ഓരോ വീടുകളിലേക്കായിട്ട് നമ്മൾ ചോറ് കൊണ്ടുപോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളും ദേ ഒരു ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ വീടുകളിലും കൊടുക്കേണ്ട ചോറ് ദേ നമ്മുടെ കയ്യിലേക്ക് തന്നിട്ടുണ്ട്. ഞങ്ങൾ 3 പേര് കൂടിയിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ തന്നു വിടും ഇത്ര വീടുകളിൽ നമ്മൾ ഈ ചോറ് കൊണ്ട് കൊടുത്തിട്ട് വരണമെന്ന്. അപ്പോൾ അവിടെ ഏത് വീട്ടിലാണോ കൊടുക്കേണ്ടത് ആ വീട്ടുപേര് അടങ്ങിയിട്ടുള്ള ലിസ്റ്റും നമ്മുടെ കയ്യിൽ തരും. അപ്പോൾ അതേ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ഓട്ടോയുടെ പുറകിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോകാൻ നമുക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ, ഏതൊക്കെ വീട്ടിലാണ് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ദ്വീപിലെ രസകരമായിട്ടുള്ള കല്യാണ കാഴ്ചകൾ. അപ്പോൾ ഈ ചോറൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് ഇനിയും രാത്രി വേറെ വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ എങ്ങും തീരുന്നില്ല. അപ്പോൾ നമ്മൾ ഓരോ വീടുകളിലായിട്ട് ചോറ് കൊടുത്തു വരുന്നുണ്ട്. നമ്മൾ ഈ ചോറും കൊണ്ട് വരുമ്പോഴത്തേക്ക് ഈ വീട്ടുകാർ നമ്മളെ സൽക്കരിച്ചാണ് വിടുന്നത് കേട്ടോ. കൂട്ടത്തിൽ നമുക്ക് സ്നേഹ സമ്മാനങ്ങളും തരാറുണ്ട്. അത് പൈസയായിട്ടോ അല്ലെങ്കിൽ ഡ്രസ്സായിട്ടോ ഒക്കെ തരും കേട്ടോ. അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടിയായിട്ടുള്ള രാത്രി ഭക്ഷണം. അതായത് കല്യാണത്തിൻ്റെ മെയിൻ ചോറാണിത് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആണുങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കല്യാണത്തിന്, അതായത് നമ്മുടെ ദ്വീപിലെ കല്യാണത്തിന് സ്ത്രീകളൊന്നും ഇതുപോലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രാത്രി വരത്തില്ല കേട്ടോ. ഇത് പുരുഷന്മാർ മാത്രമാണ് വരുന്നത്. നാട്ടിലെ പോലെ വലിയ ഓഡിറ്റോറിയത്തിലൊന്നും അല്ല കല്യാണം. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ പന്തലൊക്കെ കെട്ടിയിട്ട് അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ആൾക്കാർ കഴിക്കുന്നത്. ചിലരൊക്കെ പന്തലിലിരിക്കും, ചിലരൊക്കെ പുറത്തിരുന്ന് കഴിക്കും. അടിപൊളി വൈബിലിരുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് എല്ലാവരും പോകുന്നത്. നമ്മുടെ കല്യാണത്തിൻ്റെ അടുത്തൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കാഴ്ചയാണ്. അപ്പോൾ കല്യാണ വിശേഷങ്ങൾ ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല കേട്ടോ. ഇന്ന് രാത്രിയിൽ വീണ്ടും കുറേ കാഴ്ചകളുണ്ട്. അപ്പോൾ ആ കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ട് തുടർന്നുള്ള വീഡിയോയിൽ കാണാം.